കാട്ടിലെ നേതാവായ പുലി വളരെ കാലം മുമ്പായിരുന്നു അത്. ഒരു വലിയ ഇടതൂർന്ന വനമുണ്ടായിരുന്നു. ആ കാട്ടിൽ പലതരം മൃഗങ്ങൾ വസിച്ചിരുന്നു. ചിലത് വേഗതയുള്ളതായിരുന്നു, ചിലത് ശക്തമായിരുന്നു, ചിലത് ചെറുതായിരുന്നു, ചിലത് പ്രായമായവരായിരുന്നു. എന്നാൽ ഒരു കാര്യം ഇവർക്ക് എല്ലാവർക്കും പൊതുവായിരുന്നു: എല്ലാവരും സ്വന്തമായി ജീവിച്ചു. ആരും ആരെയും സഹായിച്ചില്ല. ആ കാട്ടിൽ എല്ലാ ദിവസവും വഴക്കുകളുണ്ടായിരുന്നു. ചിലപ്പോൾ ഭക്ഷണത്തിനു വേണ്ടിയും, ചിലപ്പോൾ വെള്ളത്തിനു വേണ്ടിയും, ചിലപ്പോൾ ഉറങ്ങാനൊരു സ്ഥലത്തിനു വേണ്ടിയും. ഈ എല്ലാ പഴങ്ങളും എൻ്റെ ആണ്. ആരെങ്കിലും എന്നെ തൊട്ടാണ്ടല്ലോ, ഞാൻ അവനെ അങ്ങ് എടുത്തങ്ങ് എറിയും. എന്റെ ശക്തിയും വെച്ച് ആരും കളിക്കാൻ വരരുത്. ബാലച്ചേട്ടാ, ഞാനൊരു അരക്കഷ്ണം ആപ്പിളല്ലേ ചോദിച്ചുള്ളൂ. എനിക്കാണെങ്കിൽ മരണ വിശപ്പ്. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും വിശപ്പുണ്ടാവും. മാറന്റെ വഴിയിന്ന്. അടുത്തുള്ള ഒരു കുറ്റിക്കാടിന്റെ പിന്നിൽ നിന്ന് ആ മാൻ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവൾ വലിയ ഭീരുവായിരുന്നു, പക്ഷെ ബുദ്ധിമതിയുമായിരുന്നു. ഇതെല്ലാ ദിവസവും സംഭവിക്കുന്നു. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. കാട്ടിൽ ഒരിക്കലും സമാധാനമുണ്ടാകില്ലേ? പിന്നെ വളരെ പതുക്കെ നീങ്ങുന്ന ഒരു മൃഗം വരുന്നു. ആമ. അവൻ പതുക്കെ നടക്കുന്നു, പക്ഷെ എല്ലാവരെയും ശ്രദ്ധയോടെ കേൾക്കുന്നു. അവൻ അടുത്തെത്തിയ ഉടനെ, ഏയ് നോക്ക്, നമ്മുടെ ആമരാജാവ് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ അവൻ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അതാ ഇപ്പൊ കാട്ടില് മത്സരമാണെങ്കിൽ ഏറ്റവും ആദ്യം താൻ തന്നെ ആയിരിക്കുമല്ലോ. അതേ കൂട്ടുകാരെ, ഞാൻ പയ്യെ നടക്കണേ, പക്ഷെ ഞാൻ എപ്പോഴും ശരിയായ മാർഗത്തിൽ കൂടെ നടക്കണേ. നിങ്ങൾ എല്ലാവരും ഭയങ്കര ഫാസ്റ്റ് നടക്കണേ, പക്ഷെ എന്തോർത്താ നടക്കണേ? എല്ലാവരും നിശബ്ദരായി. പക്ഷെ അടുത്ത നിമിഷം ചീറ്റപ്പുലി ശക്തമായ കാറ്റുമായി അവിടെ എത്തി. യാതൊരു നിശബ്ദവുമില്ലാതെ, യാതൊരു അഹങ്കാരവുമില്ലാതെ. ശക്തി, ബുദ്ധി, വേഗത എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നാ ആരും ഇവിടെ വിശന്ന് വലയില്ല. ആരും പേടിക്കണ്ട, നമ്മൾ ഒറ്റക്കെട്ടായി നാട് ഭരിക്കും. ഇത് സാധ്യമാണോ? അത്തരമൊരു വരം നിലനിൽക്കുമോ? ഇപ്പൊ ചീറ്റച്ചേട്ടൻ പറയുമ്പോ എന്തെങ്കിലും നടക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു റൂളും എനിക്ക് വേണ്ടി അല്ല ഉണ്ടാക്കിയിരിക്കണേന്നാ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കണത്. കറിച്ചേട്ടാ, എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണമെങ്കിൽ പിന്നെ ഒരിക്കലും ഈ വനത്തിലൊരു ശാന്തത ഉണ്ടാവില്ല. പയ്യെ നടക്കണവർക്ക് അറിയാൻ പറ്റും, അവർക്കും അത് അറിയാൻ പറ്റും വഴിയിൽ എവിടെ വളവുള്ളേന്ന്. ചീറ്റ എല്ലാവരെയും നോക്കി. ചിലർക്ക് ശക്തി ഉണ്ടായിരുന്നു, ചിലർക്ക് ധാരണയുണ്ടായിരുന്നു, ചിലർക്ക് കൗശലമുണ്ടായിരുന്നു, ചിലർക്ക് ക്ഷമയുണ്ടായിരുന്നു. എല്ലാവരിലും അവൾ നന്മ കണ്ടു. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ശക്തിയോടെയും ബുദ്ധിയോടെയും ഇരുന്നാൽ ഈ കാട് നന്നാക്കിയെടുക്കാൻ പറ്റും. പിറ്റേന്ന് രാവിലെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഉദിച്ചതോടെ ചീറ്റപ്പുലിയാണ് ആദ്യം ഉണർന്നത്. അവൻ മരത്തിൽ നിന്ന് മരത്തിലേക്കും കുറ്റിക്കാട്ടിലേക്കും പോയി. കാട്ടിലെ എല്ലാ വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊന്നൊരു കുഞ്ഞു കാര്യം പറയാൻ വന്നതാ. നമ്മളൊക്കെ ഈ കാട്ടിൽ ജീവിക്കുന്നവരാ, പക്ഷെ വേറെ വേറെ. ചിലവർക്ക് വേഗത, ചിലവർക്ക് ബുദ്ധി, ചിലവർക്ക് ശക്തി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഈ കാട് ഒരിക്കലും മുന്നേറാൻ പോകുന്നില്ല. നീ ശരിയാ പറയണേ പുലിക്കുട്ടി. എനിക്കാണെങ്കിൽ പ്രായമായി, പക്ഷെ എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം. വിവരം ശക്തിനേക്കാളും ഭയങ്കര വലുതാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും നല്ലതായി വരും. അത് ശരിയാ ചീറ്റച്ചേട്ടാ. ഇപ്പോഴാണെങ്കിലേ നമ്മൾക്ക് ഒരു വിലയില്ല. നമ്മൾ ചിലപ്പോ ഒറ്റക്കെട്ടായിരുന്നാലേ നമ്മളൊക്കെ പറയുന്നത് ആരെങ്കിലും കേൾക്കും. അതാകുമ്പോ ഈ വലിയ മൃഗങ്ങളെ പേടിച്ച് മിണ്ടാതിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഞാൻ എപ്പോഴും ഭയത്തിലാണ് ജീവിക്കുന്നത്. ഒരു ദിവസം പോലും വിറയ്ക്കാതെ കിടന്നു പോകില്ല. കാട്ടിൽ സമാധാനമുണ്ടെങ്കിൽ എനിക്കും സമാധാനമായി ഉറങ്ങാൻ കഴിയും. ഞാൻ ഭയങ്കര പയ്യെ നടക്കണേ, അതുകൊണ്ട് ആരും എനിക്കൊരു വില തരാറില്ല. പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ കാണാറുണ്ട്. ഈ വനം നശിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം തീർന്നു പോവും. നീ പറയുന്നതെല്ലാം വളരെ നല്ലതാണ്, പക്ഷെ എല്ലാ മൃഗങ്ങളും ഇത് വിശ്വസിക്കുമോ? എന്തിനു വിശ്വസിക്കണം? ഞാൻ ഏറ്റവും ശക്തനാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ഒരു സഭ രൂപീകരിക്കണം ഈ കാടിന് വേണ്ടിയിട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ആഴ്ചയും ഒരു ദിവസം നമ്മളെല്ലാം ഒരു മരച്ചോട്ടിന്റെ കീഴിൽ നിന്ന് ചർച്ച ചെയ്യണം. ശരിയെന്ന് തോന്നുന്നത് എല്ലാവരും മാനിക്കണം. തമ്മിൽ ഒരു തർക്കവും പാടില്ല. എന്നിട്ട് ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കണം. പുലിക്കുട്ടി, നീ പറയണത് ശരിയാ. നമ്മൾ മൃഗങ്ങൾ നമുക്ക് വേണ്ടി ചിന്തിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ വനത്തിന് വേണ്ടി ചിന്തിച്ചുകൂടാ? ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നത് തന്നെയാ ചേട്ടാ. അതെ, ആരും ആരെയും ഭയപ്പെടുത്തില്ല. ഈ ഒത്തുചേരലിന്റെ ഭാഗമാകാൻ ഞാൻ തയ്യാറാണ്. പയ്യെ ശരി, പക്ഷെ നമ്മൾ ശരിയായ മാർഗത്തിൽ കൂടി പോവാണെങ്കിൽ ലക്ഷ്യത്തോടെ നമുക്ക് എത്താൻ പറ്റും. ഞാൻ എന്തായാലും വരും. ശരി, ഈ കാട്ടിലെ മീറ്റിംഗ് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കാം. അടുത്ത ദിവസം ചീറ്റ 2 പ്രത്യേക മൃഗങ്ങളെ വിളിച്ചു. ഒന്ന് ആന, അത് വളരെ ബുദ്ധിമാനായിരുന്നു. മറ്റൊന്ന് മുയൽ, അത് വേഗതയുള്ള മിടുക്കനായിരുന്നു.
ആനച്ചേട്ടാ, മൊയലെ, നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഈ കാടിന് വേണ്ടി ഒരു റൂൾ ബുക്ക് ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഒരുമിച്ച് തീരുമാനിച്ച് വളരെ കുഞ്ഞു കുഞ്ഞു നിയമങ്ങൾ നടപ്പിലാക്കണം, നമുക്കെല്ലാവർക്കും ഒരേപോലെ പാലിക്കാൻ പറ്റുന്നത്. അതെ, ഇത് വളരെ അത്യാവശ്യമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ വരെ നിയമങ്ങളുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നമ്മുടെ വനത്തിലില്ല അത്? എല്ലാവർക്കും ശരിയും തെറ്റിനെ പറ്റി വിവരമുണ്ടായാലേ വഴക്കൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ. ഇത് നല്ല കാര്യമാണ് ചേട്ടാ. എനിക്കാണെങ്കിൽ എപ്പോഴും ആരെങ്കിലും എന്നെ പിന്നിൽ നിന്ന് തോണ്ടുവോ കളിയാക്കുവോ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള എപ്പോഴും ഭയമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പോലുള്ള കുഞ്ഞു കുഞ്ഞു മൃഗങ്ങൾക്ക് നാട്ടിൽ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റും. 3 മൃഗങ്ങളും ഒരുമിച്ചിരുന്ന് എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. വളരെയധികം ആലോചിച്ചതിന് ശേഷം അവർ 5 ലളിതമായ നിയമങ്ങൾ തീരുമാനിച്ചു. ആദ്യത്തെ നിയമം, എല്ലാ മൃഗങ്ങൾക്കും കഴിക്കാൻ ഒരേപോലെ കിട്ടുള്ളൂ. ആരും വേറൊരാളുടെ ഭക്ഷണത്തിൽ തൊടും പോലും ഇല്ല. രണ്ടാമത്തെ നിയമം, ഈ കാട്ടില് വലിയ മൃഗം കുഞ്ഞു മൃഗം എന്നൊന്നുമില്ല, നമ്മളൊക്കെ ഒരേപോലെ ആയിരിക്കണം എന്നാ ഞാൻ പറയുന്നത്. മൂന്നാമത്തെ നിയമം, എല്ലാ ശനിയാഴ്ചയും സഭയുണ്ടാകും. എല്ലാ മൃഗങ്ങൾക്കും തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരം. അവിടെ ആരും ബഹളം വെക്കരുത്, എല്ലാവരും സമാധാനത്തോടെ ഇരിക്കണം. നാലാമത്തെ നിയമം, ഏതെങ്കിലും മൃഗത്തിന് വയ്യാതെ ആവുകയാണെങ്കിൽ അതോ പ്രശ്നത്തിലാണെങ്കിൽ ബാക്കിയുള്ള മൃഗങ്ങളും അതിനെ സഹായിക്കാൻ വേണ്ടി പോകണം. അടുത്ത നിയമം, അടി ഉണ്ടാക്കുന്നവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലെങ്കിൽ രാജാവ് വരണം. എല്ലാം സ്നേഹത്തോടെ ഒത്തുതീർപ്പാക്കണം. ഈ നിയമപുസ്തകം തയ്യാറായപ്പോൾ ചീറ്റ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു. എല്ലാ കരടികളും മാന്മാരും കുറുക്കന്മാരും ആമകളും എല്ലാം ഒത്തുകൂടി. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ചേർന്ന് ഇന്നൊരു റൂൾ ബുക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിവിടെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാ. ഇത് നിർബന്ധിച്ച് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല, ഇത് ഔചിത്യമാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ശക്തിശാലിയായാലോ? അപ്പം എനിക്ക് കൂടുതൽ ഭക്ഷണം കിട്ടില്ലേ? ഞാനാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ടല്ലോ അതുകൊണ്ട് തന്നെ. ബാലുചേട്ടാ, നിങ്ങളുടെ ശക്തി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിലാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റും. ശക്തിയുടെ യഥാർത്ഥ ഉപയോഗം മറ്റുള്ളവരെ രക്ഷിക്കാനാണ്, അല്ലാതെ ശിക്ഷിക്കാനല്ല. ഞാനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാ. എനിക്കറിയാം ഞാൻ ഭയങ്കര പയ്യെ പോണേന്ന്. പക്ഷെ ഇനിയിപ്പോൾ എനിക്കും തോന്നും ഞാൻ ഈ വനത്തിലൊരു അംഗമാണെന്ന്. ആദ്യം എന്നെ ആരും കേൾക്കും കൂടി ഇല്ലായിരുന്നു, ഇപ്പൊ എന്നെ കേൾക്കാനുള്ള നിയമം കൂടി വന്നു. ഇനി എനിക്ക് രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞേക്കും. ഇനി എനിക്ക് പേടി കുറയും. ആഹാ, ഈ നിയമങ്ങൾ എത്രത്തോളം നിലനിൽക്കുമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതെ, ഇതൊരു നല്ല തുടക്കമാണ്. ഇന്ന് തൊട്ട് ഈ കാട് വെറും മരങ്ങളുടേതും ചെടികളുടേതുമല്ല, നമ്മളെല്ലാവരുടേതുമാണ്. അങ്ങനെ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടത് സ്നേഹം, പിന്നെ ഔചിത്യം. പതുക്കെ പതുക്കെ കാട്ടിൽ നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അവർ നിയമങ്ങൾ പാലിച്ചും പരസ്പരം സഹായിച്ചും ജീവിച്ചിരുന്നു. എന്നാൽ നന്മയുള്ളിടത്ത് ആ നന്മയിൽ അസൂയപ്പെടുന്ന ചില ആളുകളുണ്ട്. ആമ സഹോദര, നീ കണ്ടിട്ടുണ്ടോ? ചീറ്റ എല്ലായിടത്തുമുണ്ട്. എല്ലാവരും അവനെ കേൾക്കുന്നു. സഭയിൽ അവനെ നോക്കിയ ശേഷം എല്ലാവരും സംസാരിക്കുന്നു. റൂൾ ബുക്ക് ഉണ്ടാക്കാൻ നീ സഹായിച്ചു, പക്ഷെ ആരും നിന്റെ പേര് പോലും പറഞ്ഞില്ല. ആ, ഇതാണ് എനിക്കും നല്ലോണം കൊള്ളണുണ്ട്. ഞാനും സഹായിച്ചില്ലായിരുന്നോ? എനിക്കും ആഗ്രഹമില്ലേ എല്ലാവരും ഞാൻ പറയണ കേൾക്കാൻ? പക്ഷെ ഇവിടെ എല്ലാവരും ചീത്ത പറയണ മാത്രമേ കേൾക്കാറുള്ളൂ. അപ്പോൾ ചീത്തയെക്കുറിച്ചുള്ള സത്യം എല്ലാവർക്കും വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്തൂടെ? അവനൊരു രാജാവായി തന്റെ കീഴിൽ എല്ലാവരെയും നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ എല്ലാവരോടും പറയും. പിന്നെ കുറുക്കൻ കാട്ടിൽ വെറുതെ പറഞ്ഞ് പരത്താൻ തുടങ്ങി. ചീറ്റയ്ക്ക് എല്ലാവരുടെയും യജമാനാകാൻ ആഗ്രഹമുണ്ടെന്നും ഭാവിയിൽ അവൻ കാട് ഭരിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ജീവിക്കുന്നതെന്നും പതുക്കെ എല്ലാവരോടും പറഞ്ഞു. അത് ശരിക്കും സത്യമാണോ? ചീറ്റ രാജാവായാൽ കരടിയെ പോലെ അവനും കോപിക്കാൻ തുടങ്ങുമോ? എനിക്ക് വളരെ പേടിയാണ്. അങ്ങനെയല്ല, ചീറ്റച്ചേട്ടൻ ആരോടും ദേഷ്യപ്പെടാറില്ല. ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. പുള്ളി ആദ്യം എന്നോട് ചോദിക്കും, അവിടുന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വലിയ ഏതെങ്കിലും മൃഗങ്ങളോട് ചോദിക്കും. ആ വാർത്ത പതുക്കെ കാട്ടിൽ പരന്നു. പിന്നെ ഒരു ദിവസം കുറുക്കനും ആമയും ഒരു യോഗം വിളിച്ചു. അതിൽ എല്ലാ മൃഗങ്ങളും വന്നു. അന്തരീക്ഷം അല്പം പിരിമുറുക്കമുള്ളതായിരുന്നു. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണം. ചീറ്റപ്പുലി പതുക്കെ കാട്ടിലെ രാജാവായി മാറുകയാണെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? എല്ലാ നിയമങ്ങളും അയാൾക്കനുസരിച്ചല്ലേ നിർമ്മിക്കപ്പെടുന്നത്? ഞാൻ റൂൾ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചായിരുന്നു, പക്ഷെ എന്നിട്ട് ആരെങ്കിലും എന്റെ പേരെടുത്തായിരുന്നോ? ഇല്ല, എല്ലാവർക്കും ചീത്തനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇത് ശരിയല്ല. കൂടി നിന്നവരിൽ നിശബ്ദത തളം കെട്ടി നിന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ ചീറ്റയിലായിരുന്നു. പക്ഷേ ചീത്ത ശാന്തമായിരുന്നു. അവൻ ദേഷ്യപ്പെട്ടില്ല, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയില്ല. ഞാനൊരിക്കലും രാജാവാകണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്റെ ആഗ്രഹം നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ഒരു കുടുംബമായി സമാധാനത്തോടെ ഇവിടെ താമസിക്കണമെന്നാണ്. ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം നിങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടിയാണ്. ഒറ്റക്കായിട്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ചീത്ത എന്താണോ പറഞ്ഞത് അതെല്ലാം ശരിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ദേഷ്യം, വഴക്ക്,
പേടി. പക്ഷെ അവൻ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കണത് എന്താണെന്ന്. ആദ്യം ഞാൻ എൻ്റെ ശക്തിയുടെ ഉപയോഗം മാത്രമേ ചെയ്യുള്ളായിരുന്നുള്ളൂ. എനിക്ക് തോന്നുമായിരുന്നു ഞാൻ എന്ത് ആഗ്രഹിക്കുന്നോ അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇന്ന് എനിക്ക് ബാക്കിയുള്ളവരെ ഞാൻ സഹായിക്കും. ഇത് ചെയ്ത കാരണം മാത്രമാണ് സാധ്യതയായത്. പണ്ടൊക്കെ ഞാൻ ഒരു പേടിത്തൊണ്ടനായിരുന്നു. പിന്നെ ചേട്ടനാണ് എനിക്ക് ധൈര്യം തന്നത്. ആരും ചെറുതും വലുതും ഒന്നും അല്ല എന്ന് പറഞ്ഞു തന്നത്. ഇപ്പോൾ എനിക്ക് ഭയമില്ല. ഞാൻ സമാധാനത്തോടെയാണ് ഉറങ്ങുന്നത്. കാരണം ഇപ്പോൾ കാട് എന്റെ വീട് പോലെയാണ്. ഈ വീട് നമ്മൾ എല്ലാവരും ചേർന്നാണ് നിർമ്മിച്ചത്. കൂടി നിന്ന എല്ലാവരുടെയും കണ്ണുകളിൽ സത്യം ഇപ്പോൾ വ്യക്തമായി കാണാമായിരുന്നു. കുറുക്കനും ആമയും തങ്ങൾ തെറ്റ് ചെയ്തുവെന്ന് തിരിച്ചറിഞ്ഞു. ക്ഷമിക്കണം, ഞാൻ അസൂയയിൽ ഒരുപാട് പറഞ്ഞു. ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എൻ്റെ ഇന്നും പല തെറ്റുകൾ പറ്റി. എനിക്ക് തോന്നി ഞാൻ പിന്നിലായെന്ന്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വനത്തിൽ എല്ലാവർക്കും അവരവരുടെ സ്ഥാനം ഉണ്ടെന്ന്. ഞാനും ഭയങ്കര അടിപൊളിയാ, പിന്നെ നിങ്ങളും. ശരിക്കും സത്യത്തിൽ ചീറ്റയാണ് ഞങ്ങളുടെ നേതാവ്. പുള്ളി ആരെയും കളിയാക്കി അവതരിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങളൊക്കെ പറയുന്നത് പുള്ളി അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ചെയ്യും. മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ കാട് പൂർണ്ണമായി മാറിയിരിക്കുന്നു. മുമ്പ് വഴക്കുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ചിരി നിറഞ്ഞു. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും കാട്ടിൽ ഒരു യോഗമുണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ചേരും. ചെറുതും വലുതും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും അവിടെ എത്തും. എനിക്കാരും പേടിയുന്നില്ല. ഞാൻ സ്പീഡിലോടും, മരത്തിന്റെ മുകളിൽ നിന്ന് ചാടും. പിന്നെ എല്ലാവർക്കും നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. പണ്ടൊക്കെ എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരുന്നു. ഇപ്പൊ ഒളിക്കാതെ ഞാൻ പുറത്താണ്. ആദ്യം ഞാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഇരുന്നത്. ആരെങ്കിലും അടുത്ത് വരുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഒച്ച ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം വിതരണം ചെയ്യും ഫ്രൂട്ട്സ്, ഭക്ഷണം, സന്തോഷം എല്ലാം. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാവും. ആരെങ്കിലും എന്നോട് ചോദിക്കുമ്പോ കരടിച്ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന്. ഞാൻ ഭയങ്കര പയ്യെ നടക്കണേ. പക്ഷെ ഇപ്പൊ ആരും എന്നെ കളിയാക്കാറില്ല. ഇപ്പൊ എല്ലാരും എന്നെ സന്തോഷത്തോടെ വിളിക്കണേ ആമ മുത്തച്ഛന്ന്. ഇപ്പൊ ഞാൻ കുട്ടികൾക്ക് ധൈര്യത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. എനിക്കിപ്പോ അറിവായി ഈ പയ്യെ പോവാ, ശരിയായ വഴി കൂടി പോവാ. ഇതാണ് ശരിക്കുള്ള വിജയം. ഒടുവിൽ ആ മരത്തിനിടയിൽ ഇരിക്കുന്ന ആ പുള്ളിപ്പുലി, അവന്റെ കണ്ണുകളിൽ സമാധാനവും ഹൃദയത്തിൽ വാത്സല്യവും ഉണ്ടായിരുന്നു. കാടിപ്പോ എന്റേതല്ല, നമ്മളുടെ എല്ലാവരുടേതുമാണ്. ഇവിടെ ആരും വലുത് ചെറുത് നേതാവ് അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മളുടെ എല്ലാവരുടെയും വീടാണ്. ആ ദിവസം കാടിന് ഒരു പുതിയ പേര് ലഭിച്ചു. ഒരു ജീവനുള്ള വനം. ആരും മറ്റുള്ളവരെക്കാൾ ഉയർന്നവരല്ലാത്തിടത്ത്, എല്ലാവരുടെയും ചിരി ഒരുപോലെ പ്രതിധ്വനിക്കുന്നിടത്ത്.